ഈ കോൺഗ്രസിന്റെ പട്ടികയിൽ ഇനി വേറെ ആരൊക്കെയുണ്ട് പ്രമുഖരായി മനീഷ്? ഉന്മേഷ്, അതായത് വീണ എസ് നായർ അടക്കമുള്ള പ്രമുഖ ആളുകളെ കൂടി കളത്തിലിറക്കണം. ഇത്തവണ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തിയാൽ പോരാ, അത് യുവത്വമായിരിക്കണം, അവർ പ്രഗത്ഭരായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളെ മാത്രം നിർത്തിക്കൊണ്ട് മുഴുവൻ സീറ്റുകളിലേക്ക്, അതായത് 50ഓളം സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാനാണ്. അതുകൊണ്ടാണ് ആകെയുള്ള 101 സീറ്റിൽ 48 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് കടന്നാൽ, അതായത് ഈ രീതിയിൽ ഒരു പകുതിയോളം സീറ്റുകളിൽ കോൺഗ്രസിന് മത്സരിക്കാൻ സാധിച്ചാൽ, അതിൽ വിജയിക്കാൻ സാധിച്ചാൽ, അങ്ങനെ നഗരസഭ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പോരായ്മകളായിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ലഭിക്കുന്ന വോട്ടുകൾ പോലും ഈ രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്ററി തെരഞ്ഞെടുപ്പിനും ഒക്കെ തന്നെ ലഭിക്കുന്ന വോട്ടുകൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വീഴുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതിനെങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നടക്കമുള്ള വലിയ ടാക്ടിക്സ് ഉണ്ട്. ഇത്തവണ തിരുവനന്തപുരം ജില്ലയെപ്പറ്റി പൂർണ്ണമായി അറിയാവുന്ന, അതിന്റെ താഴെത്തട്ടിലേക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ തന്നെ നല്ല ബോധ്യമുള്ള നേതാവ് കെ മുരളീധരനെ ചുമതലപ്പെടുത്തിയാണ്, ACCനെ നേരിട്ട് ചുമതലപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര നേതാക്കളടക്കം ഉള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അങ്ങനെ തിരുവനന്തപുരം പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. വൈകിട്ട് കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വരും. 48 പേരുടെ പട്ടിക പുറത്തിറക്കും. മുൻ MLA KS ശബരീനാഥൻ ഉണ്ടാകും. മേയർ സ്ഥാനാർത്ഥിയായി KS ശബരീനാഥൻ എത്തുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.